അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസം നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? ഈ ഒരു 3 മിനിറ്റ് ക്ലിപ്പ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഈ ഹദീസ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക, ഷെയർ ചെയ്യുക. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇത് പോകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ആ ടെൻഷനൊക്കെ പോകുമെന്നുള്ളത് പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് പാവപ്പെട്ടവരെയാണെന്ന്. അതിനർത്ഥം സ്വർഗവാസികളിൽ കൂടുതലും പാവപ്പെട്ടവരാണെന്ന്. അതായത് ആദ്യം എൻട്രാവുന്നത് മിസ്കീനികളും ഫക്കീറുകളാണ്, പിന്നീടാണ്, അതായത് 500 വർഷം കഴിഞ്ഞാണ് അവർ വരുന്നത്. ആര്? സമ്പന്നന്മാർ. അപ്പോൾ ഈ മിസ്കീനികൾ എന്ന് പറയുന്ന നമ്മൾ, ഗൾഫ് പ്രവാസികൾ അല്ലേ, ആരോട് ബുദ്ധിമുട്ട് പറയാൻ പറ്റുന്നില്ല. ഞങ്ങളെ പ്രശ്നങ്ങൾ തീരുന്നില്ല, സാലറി ഇൻക്രിമെൻ്റ് ഇല്ല, സാലറി കുറവാണ്, വീടിൻ്റെ പണി പൂർത്തിയാവുന്നില്ല, മക്കളെ കണ്ടിട്ട് 2 വർഷമായി, കഫ്റ്റീരിയയിലാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ലീവ് പോലും ഇല്ല അല്ലേ, ഗ്രോസറി, സൂപ്പർ എന്നിട്ട് പോലും നിങ്ങൾ സമയം കണ്ടെത്തി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്നില്ലേ? പക്ഷേ സമ്പന്നന്മാരിന് അതിന് സമയമില്ല. എനിക്കറിയോ, അവർക്ക് ഒരുപാട് അള്ള കൊടുത്തിട്ടുണ്ട്, പള്ളിയിലേക്ക് പോകുന്നില്ല. ദീനിനെ പറ്റി പറയുമ്പോൾ അവർ അവിടെ ഇല്ല, ചർച്ച ചെയ്യുമ്പോൾ അതൊരു കുറച്ചിലാണ്. എത്ര ആൾക്കാർ. അതുകൊണ്ട് സമ്പത്ത് വലിയൊരു പരീക്ഷണമാണ്. റസൂൽ ആഗ്രഹിക്കാത്ത അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് അങ്ങനെയാണ്. എത്ര ദരിദ്രമായ ദാരിദ്ര്യം, ഈ ബുദ്ധിമുട്ട്, പരീക്ഷണങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് സ്വർഗം നേടിത്തരും. നിങ്ങൾ ആ സ്വർഗത്തിൽ ആദ്യം എൻട്രാവുന്നുണ്ട്. അതെ, പിന്നൊരു ഹദീസ് ഉണ്ട്. അതായത് നിങ്ങൾ ചെറിയ കുറച്ച് അമലുകൾ കൊണ്ട്, അള്ളാഹു നൽകിയ കുറച്ച് ജീവിത മാർഗം കൊണ്ട് നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ, നിങ്ങളുടെ കുറച്ച് അമലുകൾ കൊണ്ട് അള്ളാഹു സംതൃപ്തിപ്പെടും. അതെ, നിങ്ങൾ നിസ്കാരം മാത്രം മതി. ഒരുപാട് നിങ്ങൾക്ക് സമയം കിട്ടില്ല, ദുഃഖം വേണ്ട. ഒരു വെള്ളിയാഴ്ച ലീവില്ല, കെഫ്റ്റീരിയ 2 വർഷമായി ബുദ്ധിമുട്ട്, ക്ഷമിക്കുക. ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. ഇതിന് പകരം അള്ള തരുന്ന എന്തറിയോ? കാലാകാലം നിലനിൽക്കുന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച കൊട്ടാരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ? അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കണ്ട, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ആ വിശ്വാസം നിങ്ങളെ ചതിക്കില്ല. അള്ളാഹു ഉറപ്പായി നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം തന്നിരിക്കുകയാണ്. പക്ഷേ സമ്പന്നന്മാർക്ക് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ. അതൊക്കെ എങ്ങനെ നിങ്ങൾ സമ്പത്ത് ഞാൻ തന്നതിന് ചിലവാക്കി? ഞാൻ തന്നതാണ്, നിങ്ങളുടെ കഴിവല്ല. എങ്ങനെ ചിലവാക്കി? അവർക്ക് പറയാനുള്ളത് കൂടുതലും ഹറാമ് മാത്രമായിരിക്കും. മ്യൂസിക്കിലും അവിടെയും ഇവിടെയും കൊണ്ടുകളഞ്ഞു. നിസ്കരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, പള്ളിയിലേക്ക് വരാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷെ പള്ളിയിൽ ആദ്യ സപ്പിൽ കൂടുതൽ പാവപ്പെട്ട പട്ടാണികളും ഗ്രോസറി പണിക്കാർ, സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ അനുഗ്രഹങ്ങളാണ്. നിങ്ങൾ ഒരു ദുഃഖവും വേണ്ട. അള്ളാഹുവിന് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ദുഃഖിക്കണ്ട, സങ്കടപ്പെടേണ്ട, നിങ്ങൾക്കാണ് സ്വർഗമുള്ളത്. അപ്പോൾ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിലും അള്ളാഹുവിനെ സ്തുതിക്കുക. ബുദ്ധിമുട്ടുകൾ, നിങ്ങൾക്ക് വലിയ വീടില്ല, വലിയ കാറില്ല, എന്നെ പരിഗണിക്കുന്നില്ല, ദുഃഖം വേണ്ട. ഇതൊക്കെയാണ് വേണ്ടത് ആക്ച്വലി സ്വർഗം കിട്ടാൻ. ഇത്ര ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും ഈസിയായി സ്വർഗം കിട്ടാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് നല്ല നേരായ പാതയിൽ മുന്നോട്ട് പോവുക. ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.